പിന്നെ എന്നോട് പറഞ്ഞു ഈ മലന്റെ അപ്പുറത്ത് ഒരാളുണ്ട്, എൻ്റെ സ്ഥലം എവിടെ വെച്ചു, ഞാൻ കേരളക്കാരനാണ്, ഇന്ത്യയിൽ കേരള എന്നാണ്. ഈ മലന്റെ അപ്പുറത്ത് ഒരാളുണ്ട്, പക്ഷെ നജീബാണെന്ന് എന്നോട് പറഞ്ഞില്ല. ഒരാളുണ്ട്, താടിയൊക്കെ എത്ര ഉണ്ട് എന്ന് പറഞ്ഞു. താടിയൊക്കെ വലിയ താടിയാണ്, മുടിയൊക്കെ കിടക്കുത്തിക്കണം, അതിന്റെ മുടിയാണ് പറഞ്ഞു. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹ്മാന്റെ മോചനത്തിനായി നിലമ്പൂർ സ്വദേശികൾ ഒന്നിച്ചു. യുവാക്കളുടെ വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ 1,37,506 രൂപയാണ് സമാഹരിച്ച് കൈമാറിയത്. ആടുജീവിതം 35 വർഷമായെങ്കിലും സമാനമായ ദുരിത ജീവിതം നയിച്ച് നാട്ടിലേക്കെത്തിയ കോട്ടയ്ക്കൽ വില്ലൂരിലെ മുസ്തഫയ്ക്കും പറയാനുണ്ട് ഏറെ. 1989-90 കാലങ്ങളിൽ സൂപ്പർ മാർക്കറ്റിലേക്കെന്ന് പറഞ്ഞ ഏജന്റ് വിസ അയച്ചു തരികയും എന്നാൽ റിയാദിലെത്തിയപ്പോൾ അറബി ഒരു ആടുമേയ്ക്കുന്ന അറബിക്ക് തന്നെ വിൽക്കുകയായിരുന്നുവെന്നും മുസ്തഫ ഓർത്തെടുക്കുന്നു. 89-90 കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു സൗദി അറേബ്യയിൽ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാനും ഇതേമാതിരി തന്നെ പെട്ടുകിടക്കുന്നു. എന്നെ അറബി കൊണ്ടുപോയിട്ട് പിന്നെ മറുഭൂമിയിൽ കൊണ്ടുപോയിട്ട് വേറെ അറബിക്ക് വിൽക്കുകയായിരുന്നുണ്ടായിരുന്നത്. അതായത് പിന്നെ അതിന് തെളിവുണ്ട്, പിന്നെ പാസ്പോർട്ട് തെളിവുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ നാട്ടുകാർ ഈ കോട്ടക്കല് ഈ ലീന തിയേറ്ററിൻ്റെ ഈ ഭാഗത്തുള്ള ആളുകൾ, എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ അന്ന് ആളെ കാണാനിട്ട് മിസ്സായി എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിലൊക്കെ പോലും, അവരെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടുകാർ പോലും ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കൊല്ലമായിട്ട് വിവരം ചെയ്യണു. ഈ വിവരം ഞാൻ മറുഭൂമിയിൽ ഒത്ത നടക്കല്ലേ. കാരണം വെച്ചാൽ ഇന്നെ കൊണ്ടുപോയിട്ട് അറബി ശരിക്ക് കഴിയൂല. അതായത് ഇന്നെ കൊണ്ടുപോയിട്ട് അറബി ശരിക്ക് വിൽക്കുകയായിരുന്നു. കാരണം വെച്ചാൽ സ്പോൺസർ, ഒറിജിനൽ സ്പോൺസർ തന്നെ എയർപോർട്ടിൽ നിന്ന് പോലീസുകാരൻ വിളിച്ചിട്ടാണ് സ്പോൺസർ വരുത്തിയത്. ഞാൻ അറബിയല്ല, എനിക്ക് ഫസ്റ്റിൽ അറിയില്ലോ. അതിന് അറബിന്റെ കയ്യിലാണ് ഞാൻ പോയത്. പക്ഷെ അറബി മറുപടി ചെന്നിട്ട് എന്നെ വിൽക്കുകയായിരുന്നു. ഇത് പിന്നെ ഈ നജീബിന്റെ സിനിമ ഞാൻ കാണില്ല, നജീബിന്റെ ചരിത്രം ഞാൻ കുറച്ച് പഠിച്ച് കഥ വായിച്ച് മനസ്സിലാക്കി ആടുജീവിതത്തെ പറ്റി. അതെ, ഈ നജീബ് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാല് അത് പിന്നെ റിയാദ് ഏരിയയിലല്ല എൻ്റെ അറിവില്. ഇത് തന്നെ അൽഖസീം ബുറൈദ ഈ ഭാഗത്താണ്. അവിടെയാണ് ഈ വലിയ കാടും മറുഭൂമി ഉള്ളത്. വലിയ മറുഭൂമിയും കാടും ഈ പിന്നെ ഈ പറഞ്ഞ പ്രദേശത്താണ് കൂടുതൽ ആളുകളുള്ളത്. പക്ഷെ അവന് സ്ഥലം അറിയാത്തതുകൊണ്ട് ഒന്നുകില് അങ്ങനെ പറയാം. തുടർന്ന് താൻ അനുഭവിച്ച ദുരിതയാതനകൾ ഓർക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ ഉറക്കം ലഭിക്കാതെ ഇപ്പോഴും ഞെട്ടിയുണരാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2 വർഷത്തോളം ആടിനെ നോക്കിയിട്ടും ശമ്പളമൊന്നും ലഭിക്കാതെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോലീസിൽ പിടികൊടുക്കുകയായിരുന്നു മുസ്തഫ. പിന്നെ എന്നോട് പറഞ്ഞു ഈ മലന്റെ അപ്പുറത്ത് ഒരാളുണ്ട്, എൻ്റെ സ്ഥലം എവിടെ വെച്ചു, ഞാൻ കേരളക്കാരനാണ്, ഇന്ത്യയിൽ കേരള എന്നാണ്. ഈ മലന്റെ അപ്പുറത്ത് ഒരാളുണ്ട്, പക്ഷെ നജീബാണെന്ന് എന്നോട് പറഞ്ഞില്ല. ഒരാളുണ്ട്, താടിയൊക്കെ എത്ര ഉണ്ട് എന്ന് പറഞ്ഞു. താടിയൊക്കെ വലിയ താടിയാണ്, മുടിയൊക്കെ കിടക്കുത്തിക്കണം, അതിൻ്റെ മുടിയാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു നാളെ നായ്ക്ക് ഭക്ഷണം കൊടുക്കരുത്, അപ്പോൾ നായ് പോയിക്കോളൂ. അപ്പോൾ വൈകുന്നേര സമയത്ത് ഈ സൂക്ക് പോകുമ്പോൾ അതിന് വൈകുന്നേരം പോന്നിട്ട് വീട്ടിലാക്കിയിട്ട് വീട്ടിൽ നിന്നാണ് അവർ സൂക്ക് പോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരും 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റേഷന് ഒരു ബുധനാഴ്ച വൈകുന്നേരം പറഞ്ഞത്, വ്യാഴാഴ്ച സൂക്കുണ്ട്, അത് വരുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബുധനാഴ്ച ദിവസം കണക്കായിരുന്നപ്പോൾ പിന്നെ അവനെ വന്നിങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു പെട്ടെന്ന് പിന്നെ വാ നടന്നു പറഞ്ഞു. പെട്ടെന്ന് പിന്നെ പോണ പോയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് പോയാൽ 500 കിലോമീറ്റർ പോയാൽ കിഴക്ക് പോയത് റിയാദാണ്, പടിഞ്ഞാട്ട് 150 കിലോമീറ്റർ അയിലാണ്, അയിൽ ടൗണാണ്, ഇങ്ങോട്ട് പോയാൽ മതി, അങ്ങോട്ട് പോയതാണ്. അത് രാത്രി ഒരു 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് നടന്നിട്ട് വെച്ചാങ്ങത്ത് 5 മണിക്ക് ഈ റോട്ടിലെത്തി. മലയാളി സംഘടനയാണ് ഇയാൾക്ക് രക്ഷകരായി എത്തിയത്. തന്നെപ്പോലെയും നജീബിനെപ്പോലെയും ഒരുപാട് വ്യക്തികൾ അവിടെ പെട്ടുകിടക്കുന്നുണ്ടെന്നും ആടുജീവിതം സിനിമയായി ഇറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും അത് തുറന്നു പറയാൻ അവസരം ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയ്ക്കൽ. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.